വൈകാരികമായി മനസ്സ് തുറന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ. നാടിനോടുള്ള ബന്ധവും സാധാരണക്കാരോടുള്ള കടപ്പാടുമാണ് തന്നെ മെഡിക്കൽ കോളേജിൽ തുടരാൻ പ്രേരിപ്പിച്ചത്. ആദ്യമുണ്ടായ കുട്ടിയുടെ മരണവും തന്റെ മനസ്സിന്റെ ഉള്ളുലച്ചെന്നും ഡോക്ടർ ജയകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. MS സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞു, MS കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഒരു കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായ സമയത്ത് ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുമായി പെട്ടെന്ന് തന്നെ ഒരു 48 മണിക്കൂറിനകം ആ ശ്വാസം മുട്ടൽ വന്ന് കുഞ്ഞ് മരിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ കോട്ടയം ഏരിയയിൽ വെന്റിലേറ്റർ സപ്പോർട്ടുകളോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് എറണാകുളത്തൊക്കെ അത് പോയി ചെയ്യുന്നത് വളരെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കന്ന് ചികിത്സാപരമായിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അത് എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഊട്ടി ഉറപ്പിക്കുന്നതും കൂടിയായിരുന്നു. അതായത് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ, നമ്മുടെ സ്വന്തക്കാരെ, ബന്ധുക്കാരെ സഹായിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങൾ വരണം ഉള്ള ഉറപ്പായിരുന്നു. മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെയാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ കൈരളി ന്യൂസിനോട് മനസ്സ് തുറന്നത്. തനിക്ക് ആദ്യമുണ്ടായ കുട്ടി മരിക്കാൻ ഇടയായത് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യത്തിന്റെ അപര്യാപ്തത മൂലമായിരുന്നു. ചികിത്സയ്ക്ക് തന്റെ സാമ്പത്തിക സ്ഥിതി തടസ്സമായി. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സാധാരണക്കാരന് ലഭിക്കണമെന്നാണ് അന്നു മുതലുള്ള ആഗ്രഹമെന്നും ജയകുമാർ പറഞ്ഞു. ബ്ലോക്കിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ പണി ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. സർജിക്കൽ ബ്ലോക്കിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇവിടെ 560 ബെഡുകളും 14 ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ, 3 ടെസ്റ്റിലെ MRI, 256 CT, അതുപോലെ ഫ്ലൂറോസ്കോപ്പി മെഷീൻ, അങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി, പാക്സ് സംവിധാനങ്ങളോടും കൂടിയ ഒരു സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു 44ഓളം ICU ബെഡുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് ആവശ്യങ്ങൾക്കാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഫാക്കൽറ്റി ഏരിയ, ഏറ്റവും ആധുനികമായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ക്ലാസ് റൂംസ്, OT ഇൻ്റഗ്രേഷൻ വഴി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ തത്സമയം തന്നെ കുട്ടികൾക്ക് താഴെ ലെക്ചർ ഹാളിൽ വെച്ച് കാണാനുള്ള സൗകര്യം, അങ്ങനെ എല്ലാവിധത്തിലും ആധുനിക സൗകര്യങ്ങളോട് ഡിസൈൻ ചെയ്ത ഒരു കെട്ടിടമാണ് ഏകദേശം 8 നിലകളിലായിട്ട് ഇവിടെ പൂർത്തീകരിക്കുന്നത്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ. ഹൃദ്രോഗ വിദഗ്ധനായ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഓരോ മാസവും 20ലേറെ ഹൃദയ ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.